എല്ലാവർക്കും അജി ഫാം ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശു പ്രസവിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ അകിടിൽ നീര് കെട്ടിയിട്ടുണ്ട്, കുറച്ച് സ്ഥലത്തുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ വ്യത്യാസങ്ങളും കാലൊന്ന് ഒതുക്കി പോയേ. അപ്പോൾ ഇതാ പശു ഒന്ന് അടുപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നാടൻ പശു ആയ കാരണം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്, പ്രശ്നമൊന്നുമില്ല. കറക്കുമ്പോൾ പാത്രം വെച്ചാൽ തട്ടൊന്നുമില്ല. അപ്പോൾ ഈ സൈഡിലൊന്നും കാര്യമായിട്ട് നീരില്ല. ഇപ്പോൾ നമ്മൾ കറന്നിട്ടില്ല കേട്ടോ, കാരണം കറക്കണായിട്ട് മുന്നേ നമ്മളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കറന്നു കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് തേക്കുകയും കൂടി ചെയ്യാലോ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കണത് ഒരു കല്ലപ്പായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. പക്ഷെ നമ്മൾ അകിട് അമർത്തി കഴിഞ്ഞാൽ കല്ലപ്പുണ്ടെങ്കിൽ അറിയും. ഇത് കാലങ്ങളോളമായിട്ടും കറക്കണ ആൾക്കാർക്കും അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നവർക്കൊന്നും അറിയാത്ത വിഷയമല്ല. പക്ഷെ പുതിയതായിട്ട് എടുത്ത് വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ അതിന് നമ്മൾ നാടൻ രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യാറ്, അല്ലാതെ മരുന്നൊന്നും മേടിച്ചിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് കണ്ട, ഇതാ ഈ ഫ്രണ്ടിലത്തെ കാമ്പ് കുഴപ്പമില്ല. പക്ഷേ ബാക്കിലെ കാമ്പ് ഒരു എന്താ പറയുക, ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ ഒരു സൈസിൽ അവിടെ ഒരു കല്ലപ്പാണ് ഇപ്പോൾ ഈ തുടർന്ന സ്ഥലം. അപ്പോൾ ഈ കല്ലപ്പുള്ള കാരണം ആ സൈഡിൽ പാലിറങ്ങണത് കുറവാണ്, പാലിൻ്റെ അളവ് കുറവാണ് അവിടെ. അപ്പോൾ അത് മൊത്തത്തിൽ ചില പശുക്കൾക്കൊക്കെ 4 സൈഡിൽ ഇതുപോലത്തെ പ്രശ്നം കാണിക്കും. ഇതിപ്പോൾ അവിടെ നമ്മൾ കൈകൊണ്ട് തടവുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് പിടിച്ചമർത്തുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ പശുവിനെ ഇപ്പോൾ എൻ്റെ മുന്നത്തെ പ്രസവത്തിലൊക്കെ 4 കാമ്പിൻ്റെ അവിടെ ഇതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത മെഡിസിനാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യണത്. അതായത് നമ്മുടെ നാട്ടിൻപുറത്ത്, അതായത് എല്ലാ സ്ഥലത്തും എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, നമ്മുടെ ഈ ഏരിയയിലൊക്കെ കിട്ടാവുന്ന ഇലച്ചെടികളാണ്. അപ്പോൾ ഞാൻ ഈ ഇലച്ചെടി കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരുവിധം വീടുകളുടെയൊക്കെ അരിഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ഇവിടെ ഈ സാധനത്തിന് പറയുക പെരു എന്നാണ്, പെരുവിൻ്റെ ഇല എന്നാണ് പറയുക. ഒരു വെള്ള പൂവുണ്ടാവും, അതാണ് അത് ഈ ചെടി. ഇത് അതല്ല കേട്ടോ, അതുപോലെ തന്നെ ഇതേപോലത്തെ വട്ടത്തിലുള്ള ഇലയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയുണ്ട്. അതിനെ ഞങ്ങളിവിടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതപ്പോൾ നമുക്കൊരു 2 എണ്ണം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളതായി. പിന്നെ പോരാത്തത് നമുക്കിവിടെ സുലഭമായിട്ടുണ്ട് സംഭവം. ആ മതിലിൻ്റെ അരിക്കലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര മതി, ഇപ്പോൾ തൽക്കാലത്തിന് ഇത്ര മതി. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റേ അപരനായിട്ടുള്ള ഒരാളതിനെയും കൂടിയിട്ട് കാണിച്ചു തരാം. അതിപ്പോൾ ഇതാ ഈ നമ്മുടെ ഈ കോർണറിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാട്ടിത്തരാം. ഒക്കെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു പരിപാടിയായ കാരണമാണ്. ഇതാ ഈ നിൽക്കണ ഇല കണ്ട, ഇതിന് ഞങ്ങളിവിടെ പൊടിയനീര് ഇല എന്നാണ് പറയുക. കാണുമ്പോൾ 2 ആളുടെ ഇലയും ചെറുപ്പം ഈ പൊടിയനീര് തയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലകൾ കാണുമ്പോൾ സെയിമായിട്ട് തോന്നും. പക്ഷേ ഇത് ഫ്ലവർ ചെയ്യില്ല, ഇത് ഫ്ലവർ ചെയ്യും. ഇപ്പോൾ പെരുവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്തായിരിക്കും. അതിങ്ങനെ തൊടുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ് അതിൻ്റെ ഇല ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കറ്റാർ വാഴയുടെ നല്ല ജെല്ലുള്ള ഒരു തണ്ട്, അത്രയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റംസായി. ഇനിയിപ്പോൾ ഈ പെരുവിൻ്റെ ഇല കിട്ടാത്തവർക്ക് ഒരു ഐറ്റം കൂടി നമ്മൾ പറഞ്ഞുതരാം. ഈ കറ്റാർ വാഴയുടെ ജെല്ല് ഒരു അളവിന് എടുക്കുക, അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ല വെളിച്ചെണ്ണ അതേ അളവിൽ എടുത്തിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തേച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടി നന്നാവും. ഇതിപ്പോൾ അരച്ചിട്ടുള്ള ഒരു അവസ്ഥയാട്ടാ, വെള്ളം തൊടാണ്ട് അരച്ചിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ലും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരച്ചിട്ടുള്ളൂ, ഫുള്ളായിട്ട് ജെല്ല് പേസ്റ്റ് പോലെ. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുഴമ്പ് വരുമ്പം, അതായത് ഇപ്പോൾ ഒരു ചാണകമൊക്കെ അഴഞ്ഞിട്ട് നിൽക്കണ ആ ഒരു ഇത്. അപ്പോൾ ഇതൊരു ലേശം പശ പോലെയാണ് നിൽക്കുക. ഈ സാധനം നമ്മൾ അകിടിൽ തേച്ച് കൊടുക്കുക. നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ എടുത്തേക്കും ചെയ്യാട്ടോ. ഇതാണ് ഇപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പശുവിന് ഇത് തേച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇനിയിപ്പോൾ കുട്ടി കുടിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തൊരു വായിൽ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി തേച്ച് കൊടുക്കുക. അപ്പോൾ അകിട് നന്നായി തണുത്ത് ആ കല്ലപ്പൊക്കെ പോയി നല്ല ഉഷാറാവും. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തേക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ആ തണുത്തതായതുകൊണ്ട് കുഴപ്പമില്ല, തേച്ച് കൊടുക്കണോണ്ട്. നമ്മൾ ഐസ് ക്യൂബും ഇതുപോലെ തുണിയിൽ പൊതിഞ്ഞിട്ട് പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒത്തിരി പ്രശ്നമുള്ളതിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ട്രീറ്റ്മെൻറ്റും ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു പൊടിയൊക്കെ തരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് പഴയ ആൾക്കാർ ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ള രീതികളാണ് നമ്മൾ കൂടുതൽ ചെയ്തിരുന്നത്. അത് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കുറവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.